ഹലോ അസ്സാം വലൈക്കും. അപ്പോൾ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഒരു 14 മിനിറ്റിൻ്റെ വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. അത് ജെയ്ത്തൂൻ്റെ എപ്പോഴും ഉണ്ടാകുന്ന പോലത്തെ സ്നാക്സ് ഉണ്ടാക്കുന്നതും ഡെലിവറി ചെയ്യുന്നതൊന്നും വീഡിയോ അല്ല കേട്ടോ. ചെറിയൊരു ട്രിപ്പ്, അതായത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് വയനാട്ടിൽ പോയിട്ട് ജസ്റ്റ് ഒരു ദിവസം താമസിച്ചിട്ട് വന്നതിൻ്റെ കുറച്ച് വിശേഷങ്ങൾ. അപ്പോൾ എന്നെപ്പോലെ എപ്പോഴെങ്കിലും കൂടിയിട്ട് ഒന്ന് പുറത്തൊക്കെ പോയി ഇതുപോലെ ഒന്ന് സ്റ്റേലും ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇത് ഉപകാരമായിക്കോട്ടെ എന്ന് വിചാരിച്ച് അതിനെക്കുറിച്ച് കുറച്ച് പറഞ്ഞു തരാമെന്ന് വിചാരിച്ചതാണ്. അപ്പം ടൂറിനെ കുറിച്ച് പറഞ്ഞിട്ട് എന്താ ബീഫ് റെസിപ്പി കാണിക്കുന്നത് വിചാരിക്കുന്നുണ്ടാവും. ഇത് നല്ല അടിപൊളി ഒരു റെസിപ്പിയാണ്. അപ്പോൾ ഇതും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഉപകാരം ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് എല്ലാവരും എൻ്റെ ചാനലിനേക്കാൾ കൂടുതൽ കാണുന്നതായിരിക്കും കട്ടിംഗ് ബോർഡ് ബൈ നസ്രി എന്ന് പറഞ്ഞിട്ടൊരു ചാനലുണ്ടല്ലോ. എല്ലാവർക്കും ഇൻസ്റ്റഗ്രാമിൽ യൂട്യൂബിൽ എല്ലാവർക്കും പരിചിതവും അതുപോലെ തന്നെ ഇഷ്ടമുള്ള ഒരാളാണ് നസ്രി. അപ്പോൾ നസ്രിൻ്റെ സ്വന്തം റെസിപ്പിയാണ്, സിമ്പിളുമാണ്. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് പറഞ്ഞിരുന്നേ ഉള്ളൂ കേട്ടോ. ഒരുപാട് പണികളൊന്നുമില്ല. മിക്സിൻ്റെ ചെറിയ ജാറെടുത്തിട്ട് കുറച്ച് ഇഞ്ചി, വെള്ളുള്ളി, പച്ചമുളക്, പിന്നെ ചെറിയുള്ളി, ആ നീരുള്ളി എന്ന് പറയുന്നത്, ഈ എല്ലാ ഐറ്റംസും കൂടി നന്നായിട്ടൊന്ന് ചതച്ചെടുക്കുക. അരച്ചെടുക്കരുത്, ചതച്ചെടുക്കുക. അതും പിന്നെ കുറച്ച് മുളക് പൊടി, ഗരം മസാല, മഞ്ഞൾപ്പൊടി, ഉപ്പ്, കുറച്ച് ചെറുനാരങ്ങ നീരൊക്കെ ഒഴിച്ചിട്ട് ബീഫ് ഒന്ന് നന്നായിട്ട് വേവിച്ചെടുക്കുക. അധികം വെള്ളം ഒഴിക്കാതെ വേവിച്ചെടുക്കുക. പിന്നെ വേറൊരു പാത്രം വെച്ച് നല്ല പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് അത് ചൂടായതിന് ശേഷം കുറച്ച് പെരിഞ്ചീരകം ഇട്ട് കുറച്ചധികം കുഞ്ഞുള്ളി ഇടുക. അത് ഉള്ളിൻ്റെ തൊലി കളയാൻ മടിയുള്ളവരാണെങ്കിൽ കുറച്ചിട്ടാൽ മതി. തൊലി കളയാൻ അത്യാവശ്യം നല്ല മടിയുള്ള ടൈപ്പാണ് ഞാൻ. അപ്പോൾ മടിയില്ലാത്തവരാണെങ്കിൽ നന്നായിട്ട് ആ ഉള്ളി എത്ര ഇടുന്നോ അത്രയും ടേസ്റ്റ് കൂടും. അതും കൂടി ഇട്ട് ആ ബീഫ് നന്നായിട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ചും കൂടി കുരുമുളക് പൊടിയും പിന്നെ നമ്മുടെ ചില്ലി ഫ്ലേക്സും ഇട്ടിട്ട് കറിവേപ്പിലയും മല്ലിയിലൊക്കെ ഇട്ടിട്ട് വാങ്ങിയേക്കുക. ഭയങ്കര ടേസ്റ്റ്. പൊതുവേ ഈ ഉള്ളി ഉപയോഗിക്കുന്നവർക്ക് അറിയായിരിക്കും നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ. പിന്നെ ആക്ച്വലി ഞാനിത് ഉണ്ടാക്കിയത് ഈ ടൂറിന് കുറച്ച് ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ചുമായിട്ട് ചെറിയ ഫുഡ് നമുക്ക് ഇവിടുന്ന് എടുക്കാം. മഴക്കാലമല്ലേ, അപ്പോൾ അധികം ഹോട്ടൽസിലൊന്നും കയറണ്ടെന്നുള്ളൊരു തീരുമാനത്തിൽ കുറച്ച് ഫുഡ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ 4 കപ്പിൾസായിട്ട് എൻ്റെ കസിൻസാണ് പോകുന്നത്. അപ്പോൾ അവർ കുറച്ച് ഫുഡ് ഐറ്റംസ്, ഞാൻ ഈ നെയ്ച്ചോറ്, ബീഫ്, അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് എല്ലാവരും എടുത്തതാണ്. അപ്പോൾ ഷെയർ ഇട്ട് കഴിക്കുമ്പം നല്ല രസമല്ലേ. അങ്ങനെ നമ്മളെ സ്വന്തം വണ്ടിയിൽ രാവിലെ ഒരു 8 മണിയോട് കൂടിയിട്ടാണ് കേട്ടോ പോകുന്നത്. ഈ പോക്കും ബിൽഡപ്പെല്ലാം കണ്ട കുറേ ദിവസത്തെ സ്റ്റേ ആണെന്നൊന്നും ആരും തെറ്റിദ്ധരിക്കേണ്ട. ജസ്റ്റ് ഒരു ദിവസം, പിറ്റേന്ന് രാത്രിയോടുകൂടി നമ്മളെല്ലാവരും തിരിച്ച് സേഫായിട്ട് വീട്ടിലെത്തിയിട്ടുണ്ടായിന്. പിന്നെ കുറച്ച് ആൾക്കാർ എൻ്റെ സ്റ്റാറ്റസൊക്കെ കണ്ടിട്ട് ചോദിച്ചിട്ടുണ്ടായിന്, ഈ മഴയത്ത് ഇങ്ങനെ ട്രിപ്പ് പോകാൻ പേടി ഉണ്ടായിട്ടില്ലേ, എന്തിനിങ്ങനെ റിസ്ക് എടുത്തെന്നൊക്കെ. അപ്പോൾ ആക്ച്വലി ഇത് റിസ്ക് ഒന്നല്ല. നമ്മൾ പോകാൻ പ്ലാൻ ഇട്ടവരുടെ കൂട്ടത്തിൽ കുറച്ച് പ്രവാസികളും ഉണ്ടായിന്. അപ്പോൾ അവരുടെ ഡേറ്റും കാര്യങ്ങളിൽ നോക്കണമല്ല. എല്ലാ ടൈമും മഴയാന്ന് വെയിലാന്ന് വിചാരിച്ച് ഓരോരോ റീസൺസ് കണ്ടുപിടിക്കാൻ നിന്നാൽ പിന്നെ അതിനേ നേരം കാണും. അതുകൊണ്ട് ജസ്റ്റ് ഒരു വൺ ഡേ അല്ലേന്ന് വിചാരിച്ചിട്ട് എല്ലാവരും പോയിട്ട് വന്നതാണ്. അപ്പോൾ ആദ്യമായിട്ടൊന്ന് സ്കൂളിൽ ലീവാക്കേണ്ടി വന്നത്. ഇതുപോലെ തന്നെ അവരുടെ ടിക്കറ്റിൻ്റെ കാരണം കൊണ്ട് ആ ഒരു ദിവസം അല്ലാണ്ട് വേറെ നമുക്ക് ഓപ്ഷൻ ഉണ്ടായിട്ടില്ല. ഒരു ഫ്രൈഡേ ആണ് പോയിട്ടുണ്ടായിന്. ശനിയാഴ്ച നൈറ്റ് ആകുമ്പോഴേക്ക് തിരിച്ചു വന്നിട്ടുണ്ടായിന്. ആക്ച്വലി നല്ലൊരു ട്രിപ്പായിരുന്നു. എന്താ പറയുക, എല്ലാവരുടെ ഉള്ളിലുള്ള കലാവാസനയിലും പുറത്തെടുക്കുന്ന ഒരു സമയമാണ് ഈ വണ്ടിയിലുള്ള പാട്ടുപാടൽ എന്ന് പറയുന്നത്. കാരണം എല്ലാവരും എല്ലായിടത്തും ഓപ്പണായിട്ട് പാടണം എന്നില്ല. വണ്ടിയിൽ യാത്ര ചെയ്യുമ്പോൾ എന്ന് വെച്ചാൽ മൈക്ക് കിട്ടിക്കഴിഞ്ഞാൽ എല്ലാവരും നന്നായിട്ട് പാടിക്കോളല്ല. അപ്പോൾ അങ്ങനെ വയനാട് നമ്മൾ റിസോർട്ടിൽ എത്തിയിട്ടുണ്ട്. മിർനോമിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു റിസോർട്ടാണ്. ഇതിൻ്റെ കറക്റ്റ് എക്സാക്റ്റ് പ്ലേസും കാര്യങ്ങളൊക്കെ ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അവരെ കോൺടാക്ട് ചെയ്താൽ മതി. നല്ല പീസ്ഫുള്ളും മൈൻഡ് റിലാക്സ് ചെയ്യാൻ പറ്റിയൊരു റിസോർട്ട് തന്നെയാണ് എടുത്തിട്ടുണ്ടായിന്. പിന്നെ ഈ റിസോർട്ടിൻ്റെ ബുക്കിങ്ങും കാര്യങ്ങളൊക്കെ ഞാനായിരുന്നില്ല, എൻ്റെ കസിനാന്ന് നോക്കിയിട്ടുണ്ടായിന് കേട്ടോ. ഫുള്ളായിട്ട് നമ്മൾ 4 കപ്പിൾസും പിന്നെ കിഡ്സിന് വേണ്ടിക്ക് ഒരു റൂമുമായിട്ട് അങ്ങനെ 5 റൂമാണ് എടുത്തിട്ടുണ്ടായിന്. നല്ലൊരു എന്താ പറയുക, നല്ലൊരു ആംബിയൻസ്. പിന്നെ നമ്മൾ പോകുന്ന ടൈം അവിടെ അധികം ഗസ്റ്റും ഉണ്ടായിട്ടില്ല. അത് നമുക്ക് കുറച്ചുകൂടി സൗകര്യമായി. ഒരു 2 കപ്പിൾസായിട്ട് നമ്മളല്ലാതെ വേറെ ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു ആംബിയൻസ് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. പൊതുവേ വയനാട്ടിൽ ഏറെക്കുറെ റിസോർട്ട് ഇങ്ങനെ തന്നെ ഉണ്ടാവില്ല. അതായത് ഈ പാറൻ്റെ മുകളിൽ ഇങ്ങനെ സ്റ്റാൻഡിൽ ഇരുമ്പ് കമ്പിയൊക്കെ ഇട്ടിട്ട് ചെറിയ ചെറിയ ഹട്ട് മോഡലിലുള്ള ആ ഒരു റിസോർട്ടാണ് മിക്കവാറും ഉണ്ടാവില്ല. പിന്നെ കുട്ടികൾക്ക് കളിക്കാൻ നല്ലൊരു കിഡ്സിൻ്റെ പ്ലേ ഏരിയ ഉണ്ടായിന്. നല്ല അടിപൊളി സ്വിമ്മിങ് പൂൾ ഉണ്ട്. അതുപോലെ റൂംസ് എല്ലാം നല്ല അടിപൊളി അറേഞ്ച്മെൻറ്റ്സ് ആണ് എനിക്ക് കിട്ടിയതിൽ. പിന്നെ മേലെ ബെഡും കൂടി ഉണ്ടായിരുന്നു. കുട്ടികൾക്ക് കിടക്കേണ്ട മേലെയുള്ള ബെഡും കൂടി ഉണ്ടോണ്ട് കുട്ടികൾക്ക് അങ്ങനത്തെ എല്ലാം പൊതുവെ ഭയങ്കര ഇഷ്ടമല്ലേ. അപ്പോൾ അവർ എക്സ്ട്രാ ഹാപ്പി ആയി എന്ന് വേണം പറയാൻ. അവരെ സംബന്ധിച്ച് ഇനി എന്തെല്ലാം അറേഞ്ച്മെൻറ്റ്സ് ഉണ്ടായാലും ആ സ്വിമ്മിംഗ് പൂൾ എന്ന് പറയുന്ന ആ ഒരു സാധനം മാത്രം മതി അവർ ഹാപ്പി ആകാൻ. അതിനി എന്ത് റിസോർട്ടായാലും എന്ത് ഫെസിലിറ്റി ഇല്ലയെന്ന് പറഞ്ഞാലും സ്വിമ്മിംഗ് പൂൾ ഉണ്ടെങ്കിൽ കുട്ടികൾ ഹാപ്പി ആവുന്നില്ല കാര്യത്തിൽ ഒരു തർക്കമില്ല. അപ്പം നമ്മൾ ഇവിടുന്ന് കൊണ്ടുപോയ ഫുഡ് എന്താണെന്ന് വെച്ചാൽ, ഞാൻ നെയ്ച്ചോറും ബീഫും എടുത്തത് സത്യം പറഞ്ഞാൽ ആ ടൈം എടുക്കേണ്ടി വന്നിട്ടില്ല. കാരണം അവർ കൊണ്ടുവന്ന ചിക്കൻ ബിരിയാണിന് അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. പിന്നെ എല്ലാ ഫുഡും വെറുതെ എടുത്ത് വേസ്റ്റ് ആക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ആ റിസോർട്ടിൻ്റെ തന്നെ കിച്ചണിൽ നമ്മൾ പോയിട്ട് അവരോട് ഫുഡ് വേണ്ടാന്ന് വിളിച്ചു പറയതേ. വേണമെങ്കിൽ അവർ അറേഞ്ച് ചെയ്ത് തരുമായിരുന്നു. പക്ഷെ നമ്മൾ വേണ്ടാന്ന് പറഞ്ഞിട്ട് അവിടുത്തെ കിച്ചൺ തന്നെ യൂസ് ചെയ്തിട്ട് നമ്മളെ ഞാൻ ഉണ്ടാക്കിക്കൊണ്ട് പോയ ബീഫും പിന്നെ നമ്മളെ ചിക്കൻ ബിരിയാണിയെല്ലാം എടുത്ത് മാഷാല്ലാ പോയപാടനെ നമ്മളെല്ലാവരും ഒരുമിച്ച് ഫുഡെല്ലാം കഴിച്ച് രാവിലെ ഒരു 8 മണിക്ക് പോയതുകൊണ്ട് തന്നെ
ഒരു ഉച്ച ടൈമിലും കഴിഞ്ഞിട്ടുണ്ടായിന്. അത്യാവശ്യം നല്ലോണം എല്ലാവരും വിശന്ന ഒരു ടൈമാണ്. അപ്പം നല്ല രീതിയിൽ ഫുഡ് കഴിക്കലും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് പിന്നെ നെയ്ച്ചോറും എല്ലാ കാര്യങ്ങളും മൊത്തത്തിലെടുത്തിട്ട് വെറുതെ വേസ്റ്റ് ആക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് പിന്നെ എല്ലാവരും അവരവരെ റൂമിൽ പോക്കും ഫ്രഷ് ആയാലും എല്ലാം കഴിഞ്ഞ് കുട്ടികൾ കുറച്ച് കുറച്ചായിട്ട് ആ ഒരു സമയമാകുമ്പോഴേക്ക് തന്നെ പൂളിലേക്ക് പോകുന്നുണ്ടായിന് കേട്ടോ. അപ്പം ഞാനെടുത്ത റൂമിൻ്റെ ബാൽക്കണി അല്ല, വിൻഡോയിലേക്ക് കൂടി കാണുന്ന ഒരു വ്യൂ ആണിത്. മാഷാല്ലാ നല്ല അടിപൊളി വ്യൂ ആണ്. ഹസ്ബൻഡ് അതിൻ്റെ ഇടയിൽ മേലത്തെ കട്ടിൽ നിന്ന് ഇങ്ങനെ ബലയിലൊന്ന് പരീക്ഷിക്കുന്നുണ്ട് എങ്ങനെ ഉണ്ട് എന്നെല്ലാം. അപ്പോൾ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. പൊതുവേ ഇങ്ങനത്തെ ബെഡ് ഭയങ്കര ഇഷ്ടമാണ്. മക്കളിങ്ങനെ പറയുന്നത് ആ വീട്ടിലെല്ലാം റൂം ഉണ്ടാക്കുമ്പോൾ മേലെ ഇങ്ങനെ ബെഡാക്കണം എന്നെല്ലാം പറയുന്നതാണ്. അതുകൊണ്ട് അവർ ഹാപ്പിയായി. സീറമോളും പിന്നെ വണ്ടിയിൽ നിന്നെല്ലാം പകുതി ഉറക്കായിരുന്നു. അവിടെ എത്തിയപ്പോൾ ആൾ നല്ല ഉഷാറായി. പക്ഷെ നല്ലോണം അവരൊക്കെ നല്ലോണം കെയർ ചെയ്യേണ്ട ഒരു സ്ഥലമായിരുന്നു. കാരണം ചെറിയ മക്കളല്ലേ, എല്ലായിടത്തും ഇങ്ങനെ ഒരു സ്ലിപ്പാകുന്ന പോലത്തെയും പിന്നെ ഇങ്ങനെ സ്റ്റെപ്പും കയറലും അങ്ങനത്തെ ഇതായതുകൊണ്ട് നല്ലോണം കുട്ടികളെ കെയർ ചെയ്യേണ്ട ആവശ്യം വന്നിട്ടുണ്ടായിന്. അവർ പിന്നെ എല്ലാവരും ബോയും കാര്യങ്ങളെല്ലാം എടുത്തുകൊണ്ട് സെറ്റായി. പിന്നെ അത്യാവശ്യം നല്ല തണുപ്പും ഉണ്ടായി. അതുകൊണ്ട് തന്നെ സൈറമോള് വെള്ളത്തിൽ ഇറങ്ങുന്നേ ഉണ്ടായിട്ടില്ല കേട്ടോ. ഒരുപാട് നാളായി സ്വിമ്മിംഗ് പൂൾ എന്ന് പറയുമെങ്കിലും നേരിട്ട് കാണുമ്പോഴേക്ക് തണുത്തത് കൊണ്ടോ അതോ പേടി കൊണ്ടോ എന്താണെന്നറിയില്ല, തീരെ ഇറങ്ങുന്നുണ്ടായിട്ടില്ല. ഭയങ്കര പേടി. പിന്നെ ഓളെ സെയിം ഏജിൽ എൻ്റെ കസിൻ്റെ ഒരു മോളുണ്ടായിന്, ഹാനി മോൾ എന്ന് പറഞ്ഞിട്ട്. ഓൾക്ക് അത്യാവശ്യം അങ്ങനെ പേടിയൊന്നുമില്ല, ഓള് ഇങ്ങനെ ഇറങ്ങിയിട്ടെല്ലാം ഉണ്ടായിന്. സൈറമോൾ ഈ കരയിൽ ഇരുന്നിട്ട് കാലോട് ഇങ്ങനെ കളിക്കുന്നല്ലാണ്ട് വെള്ളത്തിൽ ഇറങ്ങുന്ന പരിപാടി ഉണ്ടായിട്ടില്ല. എനിക്ക് പേടിയാണെന്ന് പറയുന്നുണ്ടായിന്. ഒരണക്കിന് അത് നന്നായി വന്നവിടെ തന്നെ ഹോസ്പിറ്റലിലേക്ക് എനിക്ക് ഓടേണ്ടിയും വന്നിട്ടില്ല ഇത്തവണ. അപ്പോൾ ഇതാ റൂമിൽ നിന്നുള്ള വ്യൂ എന്താണെന്ന് വെച്ചാൽ ഈ കുളകപ്പാറ എന്ന് പറയുന്ന ഒരു പാറ ഉണ്ട് കേട്ടോ. അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് യൂട്യൂബിൽ സെർച്ച് ചെയ്താലും മനസ്സിലാവും. അതാണ് നമ്മളെ റൂമിൽ നിന്നുള്ള ഈ നേരിട്ടിട്ടുള്ള ഈ വ്യൂ എന്ന് പറയുന്നത്. അപ്പോൾ പിന്നെ എല്ലാവരും സ്വിമ്മിങ്ങും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ ശേഷം കുറച്ച് കുട്ടികളെ പ്ലേ ഏരിയയിലേക്ക് കൂടി കൊണ്ടുപോയി. കാരണം അവർക്ക് അതില്ലാന്നല്ലോ വലിയ കാര്യം. കുളി കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു ഊഞ്ഞാലും കാര്യങ്ങളെല്ലാം ഇങ്ങനെ കുറേ നേരമായിട്ട് സെൻവമോളും സൈറമോളും ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു അവിടെ കൊണ്ടുവന്നല്ലോ. അങ്ങനെ അവിടെയെല്ലാം കൊണ്ടുപോയതിന് ശേഷം പിന്നെ ഇവർ ഈ റിസോർട്ടിൻ്റെ സ്റ്റേയിൽ നമ്മൾ ഈ കൊടുക്കുന്ന പൈസക്ക് അതിൻ്റെ ഉള്ളിൽ ഇൻക്ലൂഡ് ആയിട്ട് വരുന്നതെന്ന് വെച്ചാൽ വൈകുന്നേരത്തെ ചായയും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും മാത്രമാണ് കേട്ടോ. അല്ലാണ്ട് എല്ലാ നേരത്തെ ഫുഡും റിസോർട്ട് സ്റ്റേയിൽ ഇൻക്ലൂഡ് ആവുമെന്ന് ആരും വിചാരിക്കേണ്ട. അതിൻ്റെ ഇടയിൽ വരുന്ന ഈ ലഞ്ച് ഡിന്നർ അതെല്ലാം നമ്മൾ വേണമെങ്കിൽ അവർക്ക് ഓർഡർ ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കാമെന്നല്ലാണ്ട് ആ ഒരു പൈസൻ്റെ ഉള്ളിൽ കിട്ടുന്നില്ല. അപ്പോൾ വൈകുന്നേരം ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാന്നുള്ള രീതിയിൽ പഴംപൊരിയും പരിപ്പുവടിയും നല്ല പാൽച്ചായലായിട്ട് നല്ലൊരു ടീയും ഉണ്ടായിന്. പിന്നെ അവിടെ നല്ല രീതിയിൽ നമ്മളെ എല്ലാം സെർവ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യാനും എല്ലാം ആയിട്ട് ഒരു ഏച്ചി ഉണ്ടായിരുന്നു കേട്ടോ. ഒരു പിന്നെ പണിയെടുക്കുന്ന ഒരു കപ്പിൾസ് വേറെ ഉണ്ടായിരുന്നു. പിന്നെ എല്ലാം പറഞ്ഞുതരാനും ആക്കാനായിട്ട് ഒരു ഏച്ചി ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഈ റിസോർട്ടിൻ്റെ പല മൂലക്കായിട്ടുള്ള ഭാഗങ്ങൾ ഞാൻ ജസ്റ്റ് ഷൂട്ട് ചെയ്ത് കാണിച്ചിരുന്നതാണ്. കുറച്ച് റിസ്ക് എടുത്തിട്ട് താഴോട്ട് ഇറങ്ങിയാലും ചെറിയ ചെറിയ ഒരു എന്താ പറയുക ഹട്ട് പോലത്തെ ഇങ്ങനെ സംഭവങ്ങൾ. ഇത് ചെറുതല്ല, അത്യാവശ്യം വലുതാണ്. നമുക്കിപ്പോൾ മ്യൂസിക്കൽ ചെയർ കളിക്കാനും ക്യാരംസ് കളിക്കാനും ഈ സ്റ്റേജ് പാട്ട് അങ്ങനത്തെ എല്ലാം ചെയ്യുന്നവർക്ക് വലിയൊരു ഏരിയ. പിന്നെ കുറച്ച് താഴോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ കുറച്ച് ഇരുന്നിട്ട് സംസാരിക്കാനോ അല്ലെങ്കിൽ ഇരുന്നിട്ട് പാട്ട് പാടാനോ അങ്ങനെയെല്ലാം പറ്റിയ കുറച്ച് ഏരിയാസും അങ്ങനെയെല്ലാം ഉണ്ടായിരുന്നു. പിന്നെ രാത്രിത്തെ ലഞ്ച് ഞാൻ ഉച്ചക്ക് കൊണ്ടുപോയ നെയ്ച്ചോറ് ബാക്കിയുള്ളത് കൊണ്ട് തന്നെ നമുക്ക് കുറച്ച് ചിക്കൻ കറി എന്തെങ്കിലുമായിട്ട് ഉണ്ടാക്കിയിട്ട് അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ച്. ഈ എല്ലാ ടൂറും പൈസ ഭയങ്കര ലാവിഷായിട്ട് കളയുന്നതിനേക്കാൾ എത്രയോ നല്ലതല്ലേ ഈ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് പോയിട്ട് വരാമെന്നുള്ളത്. അപ്പോൾ പിന്നെ ചിക്കൻ ചുടലൊന്ന് മാറ്റി പിടിച്ചിട്ട് ചിക്കൻ കറി വെക്കാൻ തീരുമാനിച്ചു. എന്നാൽ പിന്നെ ആ നെയ്ച്ചോറ് ചിലവാകുകയും ചെയ്യും, കൊണ്ടുപോയ ഫുഡ് വെറുതെ വേസ്റ്റ് ആക്കിയും വേണ്ട. അങ്ങനെ ഒരാൾ പോയിട്ട് അതിൻ്റെ സാധനങ്ങളും ചിക്കനും കാര്യങ്ങളൊക്കെ വാങ്ങിക്കൊണ്ടുവന്ന് കിച്ചൺ യൂസ് ചെയ്തോട്ടേന്ന് ചോദിച്ച്. അപ്പോൾ അവർ നല്ലൊരു എന്താ പറയുക ഇങ്ങനെ മോശമുള്ള റിസോർട്ടോ അല്ല കിച്ചണോ അങ്ങനെയൊന്നുമല്ല, ആർക്കായാലും കണ്ടാലും നല്ല രീതിയിൽ കയറിയിട്ട് പണിയെടുക്കാൻ തോന്നുന്ന വൃത്തിയുള്ളൊരു കിച്ചണായിരുന്നു. അതുകൊണ്ട് നല്ല സമാധാനം ഉണ്ടായിരുന്നു. കാരണം അല്ലെങ്കിൽ നമുക്ക് എവിടെയെങ്കിലും പോയിട്ട് മറ്റുള്ളവരെ സാധനങ്ങളും പാത്രങ്ങളൊക്കെ യൂസ് ചെയ്യുമ്പോൾ എന്നെ സംബന്ധിച്ച് കുറച്ച് മടിയുള്ള ടൈപ്പാണ്. പക്ഷേ ഈ ഒരു കിച്ചണ് അത്യാവശ്യം കുറച്ച് വൃത്തിയും കാര്യങ്ങളെല്ലാം ഉണ്ട്. പിന്നെ അവരെ പൊടികളും കാര്യങ്ങളെല്ലാം യൂസ് ചെയ്തോ എന്ന് പറഞ്ഞ് നല്ലൊരു സഹകരണം ഉണ്ടായിരുന്നു. അപ്പം നല്ല ചിക്കൻ കറി ഉണ്ടാക്കി, കുറച്ച് സാലഡും കൂടി മുറിച്ചിട്ട് പിന്നെ ഉച്ചക്കകത്ത് നെയ്ച്ചോറൊന്നും ആയിട്ടുണ്ടായിട്ടില്ല കേട്ടോ. രാവിലെ ഇവിടുന്ന് മറ്റേ നമ്മളെ സ്നാക്സ് എല്ലാം പൊതിഞ്ഞുകൊണ്ടുപോകുന്ന ആ ചൂടുള്ള കവറിലാണ് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒന്നും ആയിട്ടുണ്ടായിട്ടില്ല. മോശമായി പോകുന്നില്ല പേടി എനിക്ക് ഉണ്ടായിരുന്നു. കാരണം അതെങ്ങാനും മോശമായാലും ഇനിയും ഫുഡ് വാങ്ങാൻ നമ്മൾ കുറച്ച് ലോങ് എന്തായാലും പോകണ്ടേ. പിന്നെ നമ്മൾ പോയ കൂട്ടത്തിലെ കുറച്ച് കുട്ടികൾക്ക് നെയ്ച്ചോറ് വേണ്ട, ചോറ് അധികം ഇഷ്ടമല്ല എന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് പൊറോട്ടയും കൂടി വാങ്ങിയിട്ടുണ്ടായിരുന്നു പുറത്ത് പോയിട്ട്. അങ്ങനെ ആ രണ്ട് ഫുഡും കൂടി മിക്സ് ആയിട്ട് അന്നത്തെ രാത്രിത്തെ ഡിന്നർ അടിപൊളിയായിട്ട് മാഷാല്ലാ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു.
പിന്നെ റൂമിൻ്റെ റെൻറ്റും കാര്യങ്ങളെല്ലാം ആരെങ്കിലുമായിട്ട് അന്വേഷിക്കുന്നുണ്ടെങ്കിൽ അതെന്തിട്ട് ഇതിൽ ഓപ്പണായിട്ട് പറയാത്ത ഞാൻ ഇതിൻ്റെ മുമ്പിൽ ഇതുപോലെ വയനാട്ടിലെ റിസോർട്ടിലൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞ കാര്യം തന്നെയാണ്. അതായത് 5000 രൂപയിൽ താഴെന്ന് ഞാൻ പറയുന്നില്ലോ, 5000-5000ത്തിൻ്റെ ഉള്ളിലായിട്ടാണ് ഒരു റൂമിൻ്റെ റെൻറ്റ് വരാം. അത് കറക്റ്റായിട്ട് അതിൻ്റെ റേറ്റ് പറയാത്തതെന്ന് വെച്ചാൽ നിങ്ങളിപ്പം പോകുന്ന സമയത്ത് സീസണബിൾ ടൈമും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടായിരിക്കും അവരിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ചിലപ്പോൾ അധികം റൂം എടുക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെതായ ഡിസ്കൗണ്ട് തരുമായിരിക്കും, അല്ലെങ്കിൽ ആരുടെങ്കിലും കെയർ ഓഫിൽ പോകുന്നെങ്കിൽ അങ്ങനെ എന്തെങ്കിലും കിട്ടുമായിരിക്കും. അപ്പോൾ നമുക്ക് കിട്ടിയ റേറ്റ് കറക്റ്റായിട്ട് പറഞ്ഞിട്ട് അത് റിസോർട്ടിൻ്റെ ആക്കും അല്ലെങ്കിൽ പോകുന്ന കസ്റ്റമേഴ്സിന് രണ്ടുപേർക്കും ഒരു ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നില്ല. 5000-5000ത്തിൻ്റെ ഉള്ളിൽ ഒരു റേഞ്ച് വരുന്ന ഒരു റിസോർട്ടാണ് കേട്ടോ ഇത്, ഈ മിർനോമിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ ഇവരെ വയനാട്ടിലെ മാത്രമല്ല, എന്താ പറയുക, ഒരുപാട് ടൂറിസ്റ്റ് പ്ലേസിൽ ഒരുപാട് വില്ലാസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാം. അതുപോലെ തന്നെ ഇവരെ ഇൻസ്റ്റഗ്രാം ഐഡിയും കൂടി കൊടുക്കുന്നുണ്ട്. അത്യാവശ്യം ഇവരെ കാര്യങ്ങളെല്ലാം അറിയാനോ അല്ലെങ്കിൽ വില്ലാസിനെ കുറിച്ചും പൂൾസിനെ കുറിച്ചും റേറ്റിനെ കുറിച്ചും എല്ലാം അന്വേഷിക്കാനും ഫോട്ടോസ് കാണാനൊക്കെയുള്ള ഇൻസ്റ്റഗ്രാം ഐഡിയും കൂടി കൊടുക്കുന്നുണ്ട് കേട്ടോ. ആവശ്യക്കാർക്ക് അതും കൂടി നോക്കാം. ഇവിടെ വന്നപ്പം തൊട്ടുള്ള മൊത്തത്തിലുള്ളൊരു ആംബിയൻസ് എന്ന് പറഞ്ഞാൽ നല്ലൊരു പീസ്ഫുൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര സൈലൻ്റ് ഏരിയ കേട്ടോ. നമ്മൾ ഈ തിരക്കിൽ നിന്നെല്ലാം ജീവിച്ച് ഭയങ്കര വണ്ടിൻ്റെ സൗണ്ടും അങ്ങനെ ഇങ്ങനെല്ലാം ആയിട്ട് സമാധാനത്തിന് വേണ്ടി റിസോർട്ടിൽ പോകുന്ന ആളാണെങ്കിൽ നല്ല രീതിയിൽ ഈ മിർനോമിസ്റ്റ് കണ്ണും പൂട്ടി ചൂസ് ചെയ്യുക. കാരണം അത്രയും സൈലൻ്റ് ആയിരുന്നു. നല്ല കാട് പ്രദേശമായതുകൊണ്ട് വേറൊരു നമ്മളെ ശല്യപ്പെടുത്തുന്ന ഒച്ചയോ ശബ്ദമോ ഒന്നും കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരു ഏരിയ ആണ് കേട്ടോ. പിന്നെ ഇങ്ങനത്തെ ഭാഗങ്ങളിലേക്ക് പോകുമ്പം എല്ലാവരും കുറച്ച് ശ്രദ്ധിച്ച് കുട്ടികളെല്ലാം ഒന്ന് കെയർ ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. താമസിക്കാൻ അടിപൊളി സ്ഥലമാണ്. പിന്നെ നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് വന്നിട്ടുണ്ട്. അതായത് പൂരി, അതുപോലെ ബാജിക്കറി, ഇഡ്ഡലി, സാമ്പാർ, പിന്നെ ബ്രെഡും ജാമും അതിൻ്റെ ഓപ്ഷനായിട്ട് ഉണ്ടായതാണ്, വേണമെങ്കിൽ കഴിക്കുക. പിന്നെ മുട്ടയും ഉണ്ടായിന്, ബോയിൽ ചെയ്ത മുട്ടയും ഉണ്ടായിന്. പോയ ദിവസം സ്വിമ്മിംഗ് പൂളിൽ കുളിച്ചിട്ട് മതി വരാത്ത കുറച്ച് ആൾക്കാർ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷം വീണ്ടും സ്വിമ്മിങ്ങും കാര്യങ്ങളെല്ലാം ആയിട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാനും ഫാമിലിയും പിന്നെ തണുപ്പുകൊണ്ട് ആ പരിസരത്തേക്ക് പോയിട്ടില്ല. അല്ല, ഫാമിലി എന്ന് പറയാൻ പറ്റില്ല, എൻ്റെ മൂത്ത മോൾക്ക് ആവേശം കുറച്ച് കൂടുതലാണ്. ഈ സ്വിമ്മിംഗ് പൂൾ എന്നെല്ലാം പറയുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. ആവേശം പോലെ തന്നെ പിന്നെ ചാടിയപാട് തന്നെ ചെറിയൊരു അപകടം പറ്റി കാലെല്ലാം പോയിട്ട് അതിൻ്റെ ടൈൽസിൻ്റെ സൈഡിലെല്ലാം അടിച്ച് മുറിവും വേദനയെല്ലാം ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓള് രാവിലെയും വൈകുന്നേരം എല്ലാം കുളിച്ചിട്ട് നന്നായിട്ട് മുതലാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഒരു 11 മണി സമയത്ത് വെക്കേറ്റ് ചെയ്യണം റൂം. അപ്പോഴേക്കും എല്ലാവരും റെഡിയായി. ഞാൻ പിന്നെ കഴിഞ്ഞ ചെറിയ പെരുന്നാളിനിട്ട് 3 ആൾക്കും ഒരുപോലത്തെ ഡ്രസ്സും കാര്യങ്ങളും ഇട്ട് കൊടുത്തിന്. നമ്മളിങ്ങനെ ഇടങ്ങി പോകുമ്പോൾ അല്ലേ കുറച്ച് ഫോട്ടോസും വീഡിയോസും എല്ലാം എടുക്കും. അപ്പോൾ അതുകൊണ്ട് 3 ആൾക്കും ഒരുപോലത്തെ ഡ്രസ്സെല്ലാം ഇട്ട് കൊടുത്തിന്. പിന്നെ പിറ്റേ ദിവസത്തെന്ന് വെച്ചാൽ നമുക്ക് ഈ ഒരു പ്ലാനിങ്ങും ഉണ്ടായിട്ടില്ല കേട്ടോ. എവിടെ പോകണം എങ്ങനെ പോകണം എന്നൊന്നില്ല, ഒരു പ്ലാനിങ്ങും ഉണ്ടായിട്ടില്ല. ജസ്റ്റ് ഇങ്ങനെ 11 മണിക്ക് വെക്കേറ്റ് ചെയ്തതിന് എവിടെയെങ്കിലും ആയിട്ട് കറങ്ങണം, ഒരു വൈകുന്നേരം ആകുമ്പോഴേക്കും ഇങ്ങോട്ടേക്ക് തിരിച്ച് രാത്രി ആകുമ്പോഴേക്ക് വീട്ടിലെത്തണം, അങ്ങനത്തെ ഒരു പ്ലാൻ മാത്രം ഉണ്ടായിന്. നമ്മൾ അവിടുന്ന് റൂമിൽ നിന്ന് ഇറങ്ങുമ്പോഴേക്ക് തന്നെ മഴ തുടങ്ങി. അപ്പം തന്നെ എല്ലാവർക്കും മൂടോട്ടും തുടങ്ങി. മൂടോട്ട് മീൻസ് ഈ ഒരു ഡ്രസ്സൊക്കെ മാറ്റി എല്ലാ കുട്ടികളെയും കൊണ്ട് പുറത്തിറങ്ങണ്ടേ. അപ്പോൾ കുടയില്ല, മഴ നനയണം, അങ്ങനത്തെ ഒരു മടി കൊണ്ട് എല്ലാവരും മതി ഇറങ്ങൊന്നും വേണ്ട, നമുക്കിങ്ങനെ വെറുതെ ട്രാവൽ ചെയ്ത് പോകാമെന്നുള്ള തീരുമാനത്തിൽ പാട്ടെല്ലാം കേട്ടുകൊണ്ട് ഇങ്ങനെ അങ്ങ് മൂവ് ചെയ്ത്. അതാണ് സത്യം. പിന്നെ ഈ കാരാപ്പുഴ ഡാം, അങ്ങനെ എന്തോ ഒരു ഡാമോ കാര്യങ്ങളായിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ആ ഒരു പരിസരത്തിലെത്തി. പിന്നെ അതിൻ്റെ അടുത്ത് വലിയൊരു പാർക്കുണ്ട്. ജസ്റ്റ് എല്ലാവരും വണ്ടിയിലിരുന്ന് യൂട്യൂബിൽ നോക്കുമ്പോൾ തന്നെ അതിൽ കയറുന്ന സാധനത്തിനെല്ലാം 500-1000 എന്ന് പറഞ്ഞിട്ട് നല്ല ചാർജ് ഉണ്ട്. അതെല്ലാം കണ്ട് പിന്നെ നല്ല മഴ, ടിക്കറ്റ് കൗണ്ടറിൻ്റെ അടുത്ത് വരെ ഇറങ്ങാൻ പറ്റുന്നില്ല മഴ കൊണ്ട്. അപ്പോൾ പിന്നെ ഇറങ്ങണ്ടെന്നുള്ള തീരുമാനത്തിൽ ആടുന്നും വിട്ട്. പിന്നെ പറഞ്ഞ എല്ലാവരും എന്നാൽ പിന്നെ ഗ്ലാസ് ബ്രിഡ്ജ് കാണാൻ പോവാന്ന്. അങ്ങനെ 900 കണ്ടി ഗ്ലാസ് ബ്രിഡ്ജെല്ലാം ഗൂഗിൾ മാപ്പിലെല്ലാം ഇട്ട് ഇങ്ങനെ കുറേ പോയി. ഗൂഗിൾ മാപ്പാണെങ്കിൽ നമ്മൾ എവിടെയോ കൊണ്ടുപോയി വിട്ട്. അതിനിടയ്ക്ക് അങ്ങനത്തെ ഒരു സൂക്കേടുണ്ട്. ചില സമയത്ത് നല്ല കറക്റ്റായിട്ട് കൊണ്ടുപോകും, ചില സമയത്ത് വഴിതെറ്റിക്കുന്ന ചെറിയൊരു പരിപാടിയുണ്ട് മൂപ്പർക്ക്. അങ്ങനെ ആ ഒരു സംഭവം കൂടി ഫ്ലോപ്പായി. പിന്നെ എങ്ങനെയൊക്കെയോ അടുത്തി, പക്ഷെ മഴയായതുകൊണ്ട് അടൽ ക്ലോസ്ഡാന്ന് പറഞ്ഞ്. പിന്നെ നമ്മൾ വയനാട്ടിൽ പോയാൽ സ്ഥിരമായിട്ട് എന്തായാലും പോകുന്ന സ്ഥലമാണെന്നല്ല, എൻ്റെ വീഡിയോസ് കാണുന്നവർക്ക് അറിയായിരിക്കും, ബെയ്ച്ചോ കഫേ. അത് പോത്തുംകാലും നല്ല നെയ്ച്ചോറും നേരിയ പത്തിരിയും, മലപ്പുറക്കാരും കോഴിക്കോടാർതെല്ലാം ഫേവറേറ്റ് ഒരു കോയിലുമോ പരത്തുന്ന പത്തിരി ഉണ്ടല്ലോ, അത് നമ്മൾ കണ്ണൂർക്കാർക്ക് കുറച്ച് ഇഷ്ടമല്ലേ. അപ്പം അങ്ങനത്തെ സാധനങ്ങളെല്ലാം നല്ലൊരു നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് കഴിക്കണമെങ്കിൽ ഈ ഒരു ബൈച്ചോ കഫേ എനിക്ക് മസ്റ്റാണ് കേട്ടോ. അപ്പം ഞാനത് സജസ്റ്റ് ചെയ്ത് എല്ലാവരും പോത്തുംകാൽ കഴിക്കാൻ റെഡി ആയതുകൊണ്ട് പിന്നെ അവിടെ പോയി എല്ലാവരും നല്ല റാഹത്തായിട്ട് ഫുഡ് കഴിച്ച്. പിന്നെ യാത്രയിൽ ഇങ്ങനെ ചെറിയ ചെറിയ നമ്മളെ ഫേവറേറ്റ് ആയിട്ടുള്ള മുളയരി പായസവും ഉപ്പിലിട്ട ഐറ്റംസും അങ്ങനെയെല്ലാം കുറച്ച് കഴിച്ചിട്ടുണ്ടായിന്. പിന്നെ പ്രത്യേകിച്ച് എവിടെയും പോയിട്ടില്ല സത്യം പറഞ്ഞാൽ. അവിടുന്ന് നേരെ നമ്മളെ നാട്ടിലേക്കുള്ള റൂട്ട് മാപ്പ് എടുത്ത്
അവിടുന്ന് നേരെ ഇങ്ങോട്ടേക്ക് വരെ ഉണ്ടായിന്. പിന്നെ നമ്മൾ പോയിട്ട് തിരിച്ച് നാട്ടിലേക്ക് എത്തുന്ന വരെ നല്ല തണുപ്പും നല്ല കോടയും ഉണ്ടായിന്. അതൊരു നല്ലൊരു രസമായിട്ട് തോന്നിയിട്ടാ. പോയതൊരിക്കലും നഷ്ടമായി എന്ന് തോന്നാത്ത രീതിയിൽ നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിന്. അപ്പോൾ ആരെങ്കിലുമായിട്ട് വയനാട് റിസോർട്ട് നോക്കുന്നുണ്ടെങ്കിൽ മിർനോമിസ്റ്റ് നല്ലൊരു ഓപ്ഷനാണ്. ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ കൊടുക്കുന്നുണ്ട്. അതുപോലെ നിങ്ങൾ ഈ വെക്കേഷനായിട്ട് എവിടെ ടൂർ പോയിരുന്നാലും ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ ആരും ഒന്നും കമൻറ്റ് ചെയ്യൂല എന്ന് എനിക്കറിയാം. ലൈക്കും കമൻറ്റും അതുപോലെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യണം. പിന്നെ നെസ്റിൻ്റെ ബീഫ് ഫ്രൈ ട്രൈ ചെയ്യാൻ ആരും മറക്കരുത്. അത്രയും പൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരേക്കും അസ്സലാമു അലൈക്കും.